ഹായ് എവരി വൺ. സോ ഇന്നൊരു മലയാളം വീഡിയോ ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്തത് ഞാൻ പറഞ്ഞായിരുന്നു 3-4 പാർട്ടായിട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. കുടുംബജീവിതം എങ്ങനെ ഊഷ്മളമാക്കാം. അപ്പം കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്തത് അമ്മായിയമ്മ മരുമകൾ ബന്ധം, എങ്ങനെ ഒരു മനോഹരമായ അമ്മായിയമ്മ മരുമകൾ ബന്ധം കാത്തു സൂക്ഷിക്കാമെന്നതിനെക്കുറിച്ചാണ്. അപ്പം ഇന്ന് അതിൻ്റെ പാർട്ട് 2 ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം എങ്ങനെ മനോഹരമാക്കാം. അപ്പം അതിനെക്കുറിച്ച് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതൊരു 3 or 4 പാർട്ടായിട്ട് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ 2ാമത്തെ പാർട്ടാണ് മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം എങ്ങനെ ഊഷ്മളമാക്കാം. അപ്പോൾ എങ്ങനെ അത് മനോഹരമായി 2 കൂട്ടർക്കും ഏറ്റവും ഒരു മനോഹരമായ രീതിയിൽ നമുക്കതിനെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. അപ്പം എൻ്റെ മനസ്സിൽ ഒത്തിരി ചിന്തകളുണ്ട്. ഇതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുമ്പോൾ ഒത്തിരിയേറെ ചിന്തകൾ ഇങ്ങനെ ഒരു കുത്തൊഴുക്ക് പോലെ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഞാനൊന്നും ചിട്ടപ്പെടുത്തിയിട്ടില്ല. എന്തൊക്കെ കാര്യങ്ങളിങ്ങനെ ക്രമമായി പറയണമെന്നുള്ളത് ഞാൻ ചിട്ടപ്പെടുത്തിയിട്ടില്ല. എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയണ്ട ഒന്നും ആലോചിച്ചിട്ടില്ല. അപ്പം ഞാനത് എൻ്റെ നാവിനെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രം പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് എന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. കാരണം ഓരോ ബന്ധവും വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ. ഒരു കുടുംബജീവിതത്തിൽ ഓരോ ബന്ധത്തിനും അതിൻ്റേതായ ഒരു മനോഹാരിതയുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ബന്ധം, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം, മക്കളും ഇൻലോസും മരുമക്കളും തമ്മിലുള്ള ബന്ധം, എല്ലാത്തിനും ഒരു സ്ഥാനമുണ്ട്. എല്ലാം ഒരു ഹാർമണിയിൽ പോകുമ്പോഴാണ് ഒരു കുടുംബം എന്ന് പറയുന്നത് ഒരു സ്വർഗമായിട്ട് തീരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു സ്വർഗം, അതിനെ ഒരു സ്വർഗമായിട്ട് എങ്ങനെ തീർക്കാം, അതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പം ചിലരൊക്കെ ഓർക്കും ഇതൊക്കെ പ്രാക്ടിക്കലാണോ. പക്ഷേ ഒത്തിരി കാര്യങ്ങളും പ്രാക്ടിക്കലാണ്. ഒത്തിരി കാര്യങ്ങളും നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പം അതിലിപ്പം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്കതിനെ അതിജീവിക്കാനുള്ള ഒരു കൃപ ദൈവം തരും. അപ്പോൾ എല്ലാ പോയിൻറ്റ്സും ഞാൻ പറയുന്നത് പ്രാക്ടിക്കൽ തന്നെയാണ്, ഒന്നും ഇംപ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളല്ല. ചിലപ്പോൾ ചിലതൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാം. എങ്കിൽ പോലും നമ്മളൊരു ആദ്യ സ്റ്റെപ്പ് എടുത്ത് അതങ്ങ് ചെയ്ത് കഴിയുമ്പോൾ, ആ മലയങ്ങ് കയറി കഴിയുമ്പോൾ പിന്നെ ഒരു സമതലമാണ്. പിന്നെ അതങ്ങ് ശാന്തമായിട്ടങ്ങ് ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് എടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഇതിൽ നമുക്ക് മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം എങ്ങനെ ഊഷ്മളമാക്കാം. അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഞാൻ ചുറ്റുപാടും നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാരോട് സംസാരിക്കുമ്പോൾ, എല്ലാവർക്കും മാതാപിതാക്കൾക്ക് പ്രായമായവർക്കൊക്കെ ഒരു പ്രത്യേകം അരിശിതാവസ്ഥയുണ്ട്. പ്രായമായി, ഞങ്ങൾക്ക് അസുഖമായി, ഞങ്ങളെ നോക്കാൻ ആരുമില്ല എന്നൊക്കെ ഒരു ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. മേ ബി മക്കളൊക്കെ നന്നായിട്ട് നോക്കുന്നവരാണെങ്കിൽ പോലും പലർക്കും അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ. അവർക്ക് ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒത്തിരി തിരക്കാണ് അല്ലേ. എല്ലാവരും തിരക്കിലാണ്. കുട്ടികൾക്ക് പഠിക്കാനുള്ള തിരക്ക്, അവരുടെ കാര്യങ്ങളിലുള്ള തിരക്ക്, മാതാപിതാക്കൾക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്തുകൊണ്ട് പോകാനുള്ള തിരക്ക്, ജോലിയുടെ ഭാരങ്ങൾ. അപ്പം ഓവറോൾ തിരക്കുകൾ കൂടി, ടെൻഷനുകൾ കൂടി. അപ്പോൾ ശരിക്കും മക്കൾക്ക് മാതാപിതാക്കളോട് സംസാരിക്കാൻ സമയമില്ല. അത് ആരുടെയും കുറ്റമല്ല. അവർക്ക് സമയമില്ല, അവർക്ക് ആ സമയം കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പം മാതാപിതാക്കൾക്ക് അതൊരു ചിലപ്പോഴൊക്കെ അവർ ആ സമയം സ്പെൻഡ് ചെയ്യാത്തപ്പം സ്നേഹക്കുറവാണെന്ന് തോന്നാം. അങ്ങനെ ഒരു ഫീലിംഗ് വരാം, ഈവൻ ദോ അത് സ്നേഹം ഉണ്ടെങ്കിൽ പോലും. പക്ഷേ ചില കേസുകളിലൊക്കെ ശരിക്കും ഒരു സ്നേഹരാഹിത്യവുമുണ്ട് അല്ലേ. പലരും പേരൻസിൻ്റെ സ്വത്തിനു വേണ്ടി അവരെ അടിയുണ്ടാക്കുന്നതും അങ്ങനെ ഒത്തിരി കേസുകൾ നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പം ഒത്തിരി പേരും വിഷമിക്കുന്ന ഒരു മേഖലയാണ് മക്കൾ പ്രായമാകുമ്പോൾ ഞങ്ങളെ നോക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളോട് വേണ്ട വിധത്തിലുള്ള കാരുണ്യം ചെയ്യുന്നില്ല, അല്ലെ വേണ്ട വിധത്തിൽ ഞങ്ങളെ കെയർ ചെയ്യുന്നില്ല എന്നുള്ളത് ഒത്തിരി പേരുടെയും ഒരു കംപ്ലൈൻ്റാണ്. അല്ലെങ്കിൽ ഒത്തിരി പേരും പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ ഉള്ളിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഞാനൊരു കാര്യം ആലോചിക്കും. ഇപ്പം നമ്മളുമെല്ലാം ഓരോ ഫേസിലൂടെ പോകുമ്പോഴാണല്ലോ ഓരോന്ന് പഠിക്കുന്നത് അല്ലേ. നമ്മളൊരു ഭാര്യയാകുമ്പോഴാണ് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഭർത്താവാകുമ്പോഴാണ് ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതുപോലെ മാതാപിതാക്കളാകുമ്പോഴാണ് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ മരുമക്കളാകുമ്പോൾ, അല്ലെങ്കിൽ അമ്മായിയമ്മയാകുമ്പോഴാണ് ചില കാര്യങ്ങൾ മനസ്സിലാകുന്നത് അല്ലേ. അതൊക്കെ ഒരു ഫേസാണ്, ഓരോ ലൈഫിൻ്റെ ഫേസാണ്. ഒത്തിരി മിസ്റ്റേക്സ് വരാം അല്ലേ. അപ്പോൾ മാതാപിതാക്കളാകുമ്പോൾ ഒത്തിരി ഇനീഷ്യൽ ഫേസിലൊക്കെ കുറേ തെറ്റുകൾ, കുറ്റങ്ങളൊക്കെ വരാം. നമ്മളത് മിസ്റ്റേക്കുകൾ വഴി പഠിക്കുകയാണ് അല്ലേ. അപ്പോൾ എപ്പോഴും അനുദിനം അത് പഠിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും ഏറ്റവും
ബെറ്ററായിട്ടുള്ളത് നമ്മൾ പ്രാവർത്തികമാക്കാൻ നോക്കുക, ചുറ്റും നോക്കുക, എക്സാമ്പിൾസ് നോക്കുക. അപ്പോൾ നമ്മളൊരു വലിയ ഗ്ലോസി പിക്ചർ കണ്ട് അതിൻ്റെ പിന്നാലെ അല്ല നമ്മൾ പോകേണ്ടത്. നമ്മൾ ശരിക്കും സമയമെടുത്ത് ആലോചിക്കുക, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ബുദ്ധി കൊണ്ട് ആലോചിക്കുക, പല കാര്യങ്ങളെ വിശകലനം ചെയ്യുക, വചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് സൂക്ഷ്മമായി പഠിക്കുക. അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊത്തിരി കാര്യങ്ങളിൽ ശരിക്കുള്ളൊരു ബോധ്യം ലഭിക്കും. ഇപ്പം എൻ്റെ മനസ്സിൽ വന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ പലപ്പോഴും മാതാപിതാക്കൾ കംപ്ലയിൻറ്റ് ചെയ്യുവാണ്, മക്കളൊന്നും ശരിക്കും നോക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയ മാതാപിതാക്കളാണെങ്കിൽ മക്കളൊക്കെ ശരിയായ വഴിയിൽ വരുന്നില്ല, അവർക്കൊക്കെ പലതരം പ്രശ്നങ്ങൾ, ചിലരൊക്കെ ഇപ്പോൾ ഒത്തിരി ഡ്രഗ് അബ്യൂസും ഒത്തിരി ഏറെ സൂയിസൈഡിൻ്റെ കാലമാണ്, ഒത്തിരി മയക്കുമരുന്നിൻ്റെയും ഡ്രഗ്സിൻ്റെ പിന്നാലെ പോകുന്ന കാര്യമാണ്, ഒത്തിരി ഗെയിം അഡിക്ഷൻ്റെ കാലമാണ്, ചില പിള്ളേരൊക്കെ പോണോഗ്രഫിക്ക് അഡിക്റ്റ് ആകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ദൂഷ്യവശങ്ങൾ അനുഭവിക്കുമ്പോൾ മാതാപിതാക്കൾക്കൊരു വേദനയുണ്ട് അല്ലേ. ഒരു പ്രെയർ റിക്വസ്റ്റ് വന്നതാണ്, ഒരു കുട്ടിക്ക് ഭയങ്കര ഗെയിം അഡിക്ഷനാണ്. അപ്പം പറഞ്ഞ് സാധാരണ വീട്ടിൽ നിന്നുള്ള കുട്ടിയാണ്, പക്ഷേ വേണ്ടത് 1 ലക്ഷത്തിൻ്റെ ഗെയിമിങ് സാധനമാണ്, അല്ലെ 5 ലക്ഷത്തിൻ്റെ വേണം. അത് കിട്ടിയില്ല എന്ന് കാണുമ്പോഴത്തേക്ക് ഭയങ്കര ദേഷ്യം, അല്ലെങ്കിൽ അത് വയലൻ്റായിട്ടത് റിയാക്റ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ നമ്മൾ ചുറ്റുപാടും കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പം ഇതിനെയൊക്കെ കുറിച്ച് ഞാൻ ആലോചിച്ചപ്പം എൻ്റെ മനസ്സിൽ വന്ന 1-2 ചിന്തകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, മാതാപിതാക്കളെന്ന രീതിയിൽ നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ മക്കളെ ശരിക്കെല്ലാം ശരിയും തെറ്റും പറഞ്ഞു കൊടുത്ത് അവരെ ദൈവത്തിൻ്റെ മാർഗത്തിൽ വളർത്തിയോ? ചെറുപ്പം തൊട്ട്. അത് പെട്ടെന്നൊരു ദിവസം ചെയ്യേണ്ട കാര്യമല്ല, പെട്ടെന്നൊരു ദിവസം കൊണ്ട് മാറ്റം വരുത്തേണ്ട കാര്യമല്ല. അത് നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ശീലിപ്പിക്കേണ്ടതാണ്. ചില കാര്യങ്ങൾ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ശീലിപ്പിക്കണം. അതായത് വിശ്വാസമെന്ന് പറയുന്നത് അത് പകർന്നു കൊടുക്കപ്പെടേണ്ടതാണ് അല്ലേ. അപ്പോൾ ആ ചെറുപ്പത്തിൽ ലഭിക്കുന്ന വിശ്വാസം ഒരിക്കലും ആ കുട്ടിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നില്ല. അപ്പോൾ ഒരു കുട്ടിക്ക് വിശ്വാസമില്ലെങ്കിൽ മാതാപിതാക്കളെന്ന നിലയിൽ നമ്മൾ ആലോചിച്ച് നോക്കണം, നമ്മൾ അവർക്ക് വേണ്ടതുപോലെ പറഞ്ഞു കൊടുത്തു എന്ന്. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വചനമാണ്. ഞാൻ പലതവണ അത് കോട്ട് ചെയ്യാറുണ്ട്, പക്ഷേ എങ്കിലും അത് ഏറ്റവും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4 തൊട്ട്, ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അവ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. അവ നിങ്ങളുടെ വീടിൻ്റെ കട്ടിലക്കാലിന്മേലും പടിവാതിലിന്മേലും എഴുതണം. അപ്പോൾ ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. അപ്പോഴിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ നിങ്ങൾ സ്നേഹിക്കണം. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അപ്പോൾ എന്താ വചനം പറയുന്നത്? ഞാൻ എൻ്റെ കൽപ്പനകൾ ജാഗരൂകതയോടുകൂടി നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം അല്ലേ. അപ്പോൾ ജാഗരൂകതയോടുകൂടി നമ്മുടെ മക്കളെ പഠിപ്പിക്കണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ദൈവേഷ്ടം? ദൈവം ആരാണ്? അതായത് ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ മുഴുവൻ ഉൾക്കാഴ്ചകളും മക്കൾക്ക് പകർന്നു കൊടുക്കണം. അതായത് നമ്മുടെ വിശ്വാസം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കണം. ശരി തെറ്റുകളെക്കുറിച്ചുള്ള ശരിയായ ബോധ്യം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം അല്ലേ. ഇപ്പോൾ പ്രഭാഷകൻ 30 കുട്ടികളുടെ ശിക്ഷണത്തെക്കുറിച്ചൊക്കെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ അവർക്ക് ശരി തെറ്റുകൾ പറഞ്ഞു കൊടുക്കണം, സ്നേഹത്തോടുകൂടി അവരെ ശാസിക്കണം. ശരി ചെയ്യുമ്പോൾ ശരിയാണെന്നും അത് തെറ്റ് ചെയ്യുമ്പോൾ തെറ്റാണെന്നും അവരെ ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞു കൊടുത്ത് വളർത്തണം. അതിന് ചെറിയ ശിക്ഷണം ഒന്നും കൊടുക്കുന്നതിലും കുഴപ്പമില്ല. അപ്പം അങ്ങനെയല്ല അടിച്ചൊതുക്കുക, അങ്ങനെയല്ല. എപ്പോഴും നമ്മൾ അവരെ ഭയങ്കരമായിട്ട് സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ ഒത്തിരി പിള്ളേരുടെയും ഞാനതെപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. ഓരോ കുട്ടിയും
ഓരോ വ്യക്തിയാണ് അല്ലേ. അപ്പോൾ ഓരോ കുട്ടിക്കും അവരുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളുണ്ടല്ലേ. അപ്പം ചില കുട്ടികളാണെങ്കിൽ ജന്മന നല്ല സ്ട്രോങ് ആയിരിക്കും, നല്ല ഒരു ഈക്യു ഉള്ള പിള്ളേരായിരിക്കും. പക്ഷെ ചിലരൊക്കെ ആണെങ്കിൽ ഒത്തിരി സെൻസിറ്റീവായിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ചിലർ സെൻസിറ്റീവ് ആണെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യത്തില്ല. വെളിയിൽ നല്ലൊരു ധൈര്യത്തിൻ്റെ ഒരു മുഖം കാണിക്കും, പക്ഷേ ഉള്ളിൽ അവർ ഭയങ്കര സെൻസിറ്റീവായിരിക്കും. അപ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവർ പെട്ടെന്ന് വേദനിക്കും, അവർക്ക് പെട്ടെന്ന് മുറിവേൽക്കും. ചിലർ അത് കാണിക്കും, എനിക്ക് വിഷമമായി എന്ന് കാണിക്കും. ചില കുട്ടികൾ അത് എക്സ്പ്രസ് ചെയ്യത്തില്ല. അപ്പോൾ ഓരോ കുട്ടിയും ഓരോ തരത്തിലാണ് അല്ലേ. ഇപ്പോൾ എനിക്ക് 5 മക്കളുണ്ടല്ലോ. അപ്പം ഞാൻ ആലോചിക്കുവാണെങ്കിൽ 5 പേരും 5 തരം ക്യാരക്ടറാണ്. എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. എൻ്റെ മൂത്ത മോളും 4ാമത്തെ മോളും 2 പേരും 2 ക്യാരക്ടേഴ്സാണ് അല്ലെ. എല്ലാ മക്കളും ഓരോരോ വ്യത്യാസപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അവരുടെയൊക്കെ ആ സെൻസിറ്റിവിറ്റി ലെവലും എല്ലാം വ്യത്യാസമാണ്. അപ്പോൾ നമുക്ക് ഒരേ രീതിയിൽ അവരെ വളർത്താൻ പറ്റത്തില്ല, അല്ലെ ഒരേ രീതിയിലുള്ള ശിക്ഷണം അവർക്കത് വർക്കൗട്ട് ആകത്തില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ആ ഒരു കുട്ടിയുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയിട്ട് വേണം സെൻസിറ്റീവായിട്ടുള്ള കുട്ടികളെ അതേ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വേണം അവർക്ക് പറഞ്ഞു കൊടുക്കാനും ശിക്ഷണം ചെയ്യാനും. അല്ലെങ്കിൽ അവർ പെട്ടെന്ന് അവർക്ക് തോന്നും സ്നേഹമില്ല, അപ്പനും അമ്മയ്ക്കും സ്നേഹമില്ല, ആർക്കും എന്നോട് ഇഷ്ടമില്ല എന്നൊക്കെ തോന്നാം അല്ലേ. ഓരോ കുട്ടി ഓരോ രീതിയിലാണ് അതിനെ എടുക്കുന്നത്. അപ്പോൾ മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ നമ്മൾ അതൊന്ന് കുറച്ച് ആലോചിക്കണം, അവരെ മനസ്സിലാക്കാൻ ട്രൈ ചെയ്യണം. ഓരോ കുട്ടിയും എങ്ങനെയാണ്. അപ്പം എനിക്കറിയത്തില്ല, എനിക്കത് നാച്ചുറലായിട്ട് മനസ്സിലാവുന്നതാണ്. എനിക്കറിയാം, കറക്റ്റായിട്ട് മനസ്സിലാവും എൻ്റെ മോള് എങ്ങനെയാണ്. കാരണം അവൾക്ക് മൂത്ത ആൾക്ക് എൻ്റെ സ്വഭാവമാണ്, ഒരുമാതിരി എൻ്റെ സ്വഭാവം തന്നെയാണെന്ന് വേണേൽ പറയാം. ശരിക്കും നമുക്ക് നമ്മുടെ മക്കൾക്ക് നമ്മുടെ സ്വഭാവം അല്ലെ നമ്മുടെ പേരൻസിൻ്റെ സ്വഭാവമൊക്കെ ആയിട്ട് നമുക്ക് തോന്നും. കാരണം ആ ജീൻസിലുള്ള ആ സ്വഭാവം അവർക്ക് കിട്ടും. ഇപ്പം 4ാമത്തെ മോളെന്ന് ഞാൻ പറയില്ലേ, അവൾക്കാണെങ്കിൽ അവളുടെ ഫാദറിൻ്റെ സ്വഭാവമാണ്. അതേസമയം എൻ്റെ 2ാമത്തെ മോനാണെങ്കിൽ എൻ്റെ ഫാദറിൻ്റെ സ്വഭാവമാണ്, 3ാമത്തെ മോനാണ് എൻ്റെ ഫാദറിൻ്റെ സ്വഭാവമാണ്. അപ്പം അവരെയൊക്കെ കാണുമ്പോഴും അവരുടെ രീതികൾ കാണുമ്പോഴും ഒക്കെ ഒത്തിരി സ്വഭാവങ്ങൾ നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പം എനിക്കറിയാം ഞാനൊരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ എനിക്കിഷ്ടം വരത്തില്ല. അപ്പം എൻ്റെ മോളുടെ സ്വഭാവം കാണുമ്പം എനിക്ക് കൃത്യമായിട്ടറിയാം, ഓക്കെ ഇവളും ഇങ്ങനെയാണ്, ഇവൾക്ക് ഇന്ന കാര്യങ്ങളൊക്കെ അവൾക്ക് ഇഷ്ടമല്ല, ഇന്ന കാര്യങ്ങളൊന്നും അവൾ മൈൻഡ് ചെയ്യത്തില്ല, ഇങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പേരൻസ് എന്നുള്ള നിലയിൽ ഒത്തിരി പേരൻസിനും അത് മനസ്സിലാക്കാം. ഫുൾ അങ്ങ് മനസ്സിലാവുമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അവരുടെ ഒരു രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം, ഏകദേശം അറിയാൻ പറ്റും ഇവരെങ്ങനെയുള്ള വ്യക്തികളാണെന്ന്. അപ്പോൾ അവരുടെ ആ ഒരു സ്വഭാവത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയിട്ട് നമ്മളവരെ ഡീൽ ചെയ്യുക. അതായത് ഒത്തിരി സെൻസിറ്റീവായ കുഞ്ഞിനെ ഇച്ചിരി കരുണയോടുകൂടി ഡീൽ ചെയ്യുക. കാരണം ഒന്നാമതേ അതിൻ്റെ മനസ്സിന് ഒത്തിരി അജിറ്റേഷനുണ്ട്, ഒത്തിരി വിഷമമുണ്ട്. അപ്പോൾ അതിൻ്റെ വിഷമത്തെ നമ്മൾ ഡിസിപ്ലിൻ ചെയ്ത് അതിൻ്റെ ആക്കം കൂട്ടരുത്. അപ്പോൾ അതിനെ വേറെ രീതിയിൽ ഹാൻഡിൽ ചെയ്യുക. എന്നാൽ ചില കുട്ടികളാണ് ഭയങ്കര ഹെഡ് സ്ട്രോങ് ആണ്, ഭയങ്കര ഇതാണ്, അപ്പോൾ അവരെ ഡിസിപ്ലിൻ ചെയ്യേണ്ടത് വേറെ രീതിയിലാണ്. അപ്പം ദൈവത്തോട് പ്രാർത്ഥിച്ച് ചോദിച്ച് വാങ്ങിക്കുക, എൻ്റെ ദൈവമേ. അപ്പോൾ പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്, ദൈവമേ എനിക്ക് എങ്ങനെ വളർത്തണം, അല്ലെ എങ്ങനെ ഇവരെ ഗൈഡ് ചെയ്യണം എന്നുള്ള ഒരു വിസ്ഡം തരണേന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം ദൈവം വിശ്വസ്തനാണ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ആ വിസ്ഡം നമുക്ക് തരും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ അവരെ ശിക്ഷണം ചെയ്ത് വളർത്തുക. അപ്പോൾ ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ശരി ഏതാണ് തെറ്റേതാണ് അതൊക്കെ അവർ തന്നെ മനസ്സിലാക്കട്ടെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ പേഴ്സണലി ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബൈബിൾ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ജാഗരൂകതയോടെ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുക എന്ന് അല്ലേ. ഇപ്പം നമ്മൾ ഒരു വാക്സിനേഷൻ്റെ കാര്യം ഓർത്താൽ മതി അല്ലേ. നമ്മളെന്തിനാണ് കുട്ടികൾക്ക് വാക്സിനേഷൻ കൊടുക്കുന്നത്? അവരെ പല അസുഖങ്ങളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് അല്ലേ. അതേസമയം നമുക്ക് ഇറക്കി വിടാം, ഓക്കെ അവരുടെ ബോഡി തന്നെ ഫൈറ്റ് ചെയ്ത് അത് ഓവർകം ചെയ്യട്ടെ എന്ന്. ചിലപ്പോൾ അത് നടക്കും, പക്ഷേ വലിയ ശക്തി കൂടിയ വലിയ ബാക്ടീരിയകളൊക്കെ ആക്രമിച്ചു കഴിഞ്ഞാൽ എല്ലാ ഇമ്മ്യൂണിറ്റിയും തകർന്ന് അവരുടെ ജീവൻ തന്നെ അപകടത്തിലാകാനുള്ള സാധ്യതയുണ്ടല്ലേ. അപ്പം ആ വാക്സിനേഷൻ എടുക്കുന്നത് തന്നെയാണ് ബുദ്ധി അല്ലേ. അപ്പം ലോകത്തിൽ ഒത്തിരി തരം തിന്മകളുണ്ട്, ഒത്തിരിയേറെ വഞ്ചിക്കുന്ന ആത്മാക്കളുണ്ട്, നമ്മളെ ശരിയിൽ നിന്ന് മാറ്റിക്കളയുന്നവരുണ്ട്, പലതരത്തിലുള്ള ഡിസീവിങ് സ്പിരിറ്റ്സ് ഉണ്ട്, പലതരം തിന്മകളുണ്ട്. ചുറ്റും നോക്കിയാൽ മതി, ഒത്തിരിയേറെ തെറ്റായ ഐഡിയോളജീസ് ഉണ്ട്. അപ്പം അങ്ങനെ നമ്മളെ ആ പൂർണ്ണതയിൽ നിന്ന് അകറ്റി മാറ്റാവുന്ന ഒത്തിരിയേറെ തിന്മയുടെ നാരകീയ ശക്തികളുള്ളപ്പോൾ ഈ
വാക്സിനേഷൻ വഴി നമ്മൾ അവരുടെ ബോഡിക്ക് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ, നമ്മുടെ ഡിസിപ്ലിൻ വഴി അല്ലെങ്കിൽ നമ്മളുടെ ഉപദേശങ്ങൾ വഴി അവരുടെ ആത്മാവിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട വലിയൊരു ഉത്തരവാദിത്തം മാതാപിതാക്കൾ എന്ന രീതിയിൽ നമ്മളിൽ നിക്ഷിപ്തമാണ് അല്ലേ. അത് നമ്മൾ ദൈവത്തോട് ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ്. ഈ കുഞ്ഞിനെ ഞാൻ നിനക്ക് തന്നു, അവനെ എൻ്റെ മാർഗത്തിൽ നീ പഠിപ്പിച്ചോ, ജാഗരൂകതയോടുകൂടി എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വളർത്തിയോ എന്നുള്ളൊരു ചോദ്യം അവസാന ദിവസം ദൈവം നമ്മളോട് നിശ്ചയമായും ചോദിക്കും. ഇപ്പോൾ ആരെങ്കിലും അതിലൊരു കുറ്റബോധമൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും കുറവുകളോ തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. ഇനി അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി കുമ്പസാരിക്കുക കേട്ടോ. അല്ലാതെ നമ്മൾ പൂർണ്ണതയിലേക്കും സന്തോഷത്തിലേക്കും വളരാനുള്ള മാർഗ്ഗങ്ങളാണ്, അല്ലാതെ ഒരു കുറ്റബോധമോ വിഷമോ ഒന്നും വരേണ്ട കാര്യമല്ല. അപ്പം അങ്ങനെയൊന്നും നെഗറ്റീവായിട്ട് എടുക്കരുത്, സന്തോഷത്തോടുകൂടി ഇരിക്കുക. അതിനുള്ള ടിപ്സാണ് നമ്മൾ പറയുന്നത്. അപ്പം എന്തെങ്കിലും കുറവ് വന്നു എന്ന് തോന്നുവാണെങ്കിൽ കുമ്പസാരിക്കുക കേട്ടോ, ദൈവം ക്ഷമിക്കുന്നവനാണ്. അപ്പം ദൈവത്തിന് എല്ലാ സാഹചര്യങ്ങളെയും മാറ്റാനായിട്ട് ഒരു നിമിഷം മതി. എൻ്റെ അപ്പ എനിക്ക് തെറ്റിപ്പോയി, എന്നെ ഒന്ന് കറക്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ എല്ലാം മാറ്റാനായിട്ട് ആ ഒരു നിമിഷം മതി ദൈവത്തിന്. നമ്മളുടെ ആ ഒരു വാക്ക് മതി അവിടുത്തേക്ക് കേട്ടോ. എനിക്ക് പലപ്പോഴും പലരുടെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ ആത്മാർത്ഥമായി അനുദപിക്കുമ്പോൾ പല കാര്യങ്ങൾ, തിന്മകൾ നീങ്ങിപ്പോകും, വിഷമിക്കുന്ന കാര്യങ്ങൾ മാറിപ്പോകും. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളുടെ കുഞ്ഞുങ്ങൾ ശരിയായ രീതിയിൽ പെരുമാറുന്നില്ല, അവർക്ക് തെറ്റുകുറ്റങ്ങൾ കൂടുതലായി വരുന്നു, അല്ലെങ്കിൽ അവർ ഞങ്ങളെ നോക്കുന്നില്ല, വളരുമ്പോൾ നോക്കുന്നില്ല എന്നൊക്കെ വരുവാണെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മൾ വളർത്തിയ രീതിയിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ, നമ്മൾ കാണിച്ച മാതൃകയിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടോ അല്ലേ. നമുക്ക് വായ കൊണ്ട് പറയാം, പക്ഷെ നമ്മൾ പറയാതെ ചെയ്യുന്ന മാതൃകകളുണ്ടല്ലേ. ഞാൻ എൻ്റെ കുടുംബത്തിൽ പ്രാർത്ഥനയ്ക്ക് 1-ാം സ്ഥാനം കൊടുക്കുന്നില്ലെങ്കിൽ എപ്പോഴും പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞാൽ കുട്ടി പ്രാർത്ഥിക്കത്തില്ല. ഞാൻ കുട്ടിയെ എല്ലാ ആഴ്ചയും പള്ളി അല്ലെ എല്ലാ ദിവസവും പള്ളി കൊണ്ടുപോകുന്നില്ലെങ്കിൽ കുട്ടി വളരുമ്പോൾ എന്നും പള്ളിയിൽ പോകാൻ പറഞ്ഞാൽ അവൻ പോകത്തില്ല. അതായത് പഠനത്തിനല്ല മോനെ, ദൈവത്തിനാണ് 1-ാം സ്ഥാനമെന്ന് പറഞ്ഞ് ആ സ്ഥാനം നമ്മൾ കറക്റ്റായിട്ട് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ, നമ്മുടെ ജീവിതം വഴി കാണിച്ചു കൊടുത്തില്ലെങ്കിൽ കുട്ടി അത് പാലിക്കത്തില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്ന പേരൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്ന കാര്യവും നമ്മുടെ പ്രവൃത്തിയും തമ്മിലൊരു മാച്ച് വേണം. കുട്ടിയോട് പറയാം കുടിക്കരുതെന്ന്, എന്നിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് കുടിക്കുകയാണ്, അല്ലെങ്കിൽ മോശമായ ചിത്രങ്ങൾ കാണരുതെന്ന് കുട്ടിയോട് പറഞ്ഞിട്ട് നമ്മളത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിയും കണ്ടിരിക്കും. നമ്മൾ ചെയ്യാത്തൊരു തിന്മയും നമ്മളുടെ മകനോ മകളോ ചെയ്യത്തില്ല, നമ്മൾ ചെയ്യാത്തൊരു നന്മയും അവർ ചെയ്യത്തില്ല. അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമുക്കുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അപ്പം ഞാനിത് എടുത്തപ്പോൾ റാൻഡമായിട്ട് കിട്ടിയ ഒരു വചനമാണ്, പണ്ടൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി എടുത്തപ്പോഴത്തേക്ക്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ നിങ്ങൾ വായിക്കാം. ഞാനതിന് മുമ്പ് അത് കണ്ടിട്ടില്ല, ചുമ്മാ ഇങ്ങനെ തുറന്നപ്പം, ആ ക്ലാസ്സിന് മുമ്പ് തുറന്നപ്പോൾ കിട്ടിയ ഒരു വചനമാണ്. അതായത് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ തന്നെയാണ്. പിതാക്കന്മാരുടെ മഹത്വം. നമുക്കിപ്പോൾ മഹത്തുക്കളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയും തലമുറ ക്രമത്തിൽ പ്രകീർത്തിക്കാം. കർത്താവ് ആദ്യം മുതൽ തന്നെ തൻ്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി. രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും പ്രവാചകന്മാരും അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവരും വിവേകപൂർവമായ ഉപദേശം നൽകിയവരും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ചിലർ സംഗീതജ്ഞരും കവികളുമായിരുന്നു. വിഭവസമൃദ്ധിയുള്ളവരും സ്വവസതികളിൽ സമാധാനപൂർവ്വം വസിച്ചവരുമാണ് ചിലർ. ഇവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിൻ്റെ മഹിമയുമായിരുന്നു. ജനങ്ങൾ പ്രകീർത്തിച്ച പ്രസിദ്ധരാണ് ചിലർ. സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയവരുമുണ്ട്. ജീവിക്കുകയോ ജനിക്കുകയോ പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് അവർ മൺമറഞ്ഞു. അവരുടെ മക്കളും അങ്ങനെ തന്നെ. എന്നാൽ അവർ കാരുണ്യമുള്ളവരായിരുന്നു. അവരുടെ സൽപ്രവൃത്തികൾ വിസ്മരിക്കപ്പെട്ടില്ല. അവരുടെ ഐശ്വര്യം അവരുടെ പിൻഗാമികളിലും അവരുടെ അവകാശം മക്കളുടെ മക്കളിലും നിലനിൽക്കും. അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും. അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും. അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും. അവരുടെ പ്രതാപം മാഞ്ഞു പോകുകയില്ല. നല്ലൊരു വചനം അത്. അവരുടെ പേരുകൾ തലമുറ പോലും നിൽക്കും. അവരുടെ വിജ്ഞാനം ജനതകൾ പ്രഘോഷിക്കും. സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് നോക്കി. എന്നാൽ അവരുടെ ഐശ്വര്യം അവരുടെ പിൻഗാമികളിലും അവരുടെ അവകാശം മക്കളുടെ മക്കളിലും നിലനിൽക്കും. അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും. അല്ലേ? ഉടമ്പടികൾ പാലിച്ചുകൊണ്ടിരുന്ന മാതാപിതാക്കന്മാരുടെ സന്തതികളും ഉടമ്പടികൾ പാലിക്കും. അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും.
നിങ്ങൾ പാലിച്ച എല്ലാ ഉടമ്പടികളും, നിങ്ങളവരെ പഠിപ്പിച്ച ജാഗരൂകതയോടെ പഠിപ്പിച്ച എല്ലാ ഉടമ്പടികളും, നിങ്ങളുടെ ജീവിതത്തിൽ പാലിച്ച എല്ലാ ഉടമ്പടികളും നിങ്ങളുടെ മക്കളും പാലിക്കും അല്ലേ? അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും, അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും. എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ച ഒരു ഡിസിപ്ലിനുണ്ട്, എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ച ഒരു ഉടമ്പടിയുണ്ട് അല്ലേ? അതിനുവേണ്ടി ഞാൻ നിലനിൽക്കും. എങ്ങനെയാ? ഞാൻ വായ കൊണ്ടല്ല, എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് ചെയ്തതാണെങ്കിൽ അല്ലേ? അപ്പം നമ്മൾ മാതാപിതാക്കളെന്നുള്ള നിലയിൽ അതിനെക്കുറിച്ച് കുറച്ചൊന്ന് ആലോചിക്കണം. അപ്പം ഇതെന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ 5, 10, 20 വർഷം കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ഫലം കിട്ടുന്നത് അല്ലേ? അപ്പം ഇതൊരു നമ്മളിപ്പോൾ ഇന്ന് ഒരു കുഞ്ഞ് ജനിക്കുമ്പം അതിനെ പഠിപ്പിക്കുന്നു, ദിവസവും പള്ളിയിൽ കൊണ്ടുപോകുന്നു, അതിനെ കാറ്റക്കിസം പഠിപ്പിക്കുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ്ലി ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു പ്രതിഫലം കിട്ടത്തില്ല. അതൊരു ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ നമ്മളത് പേഷ്യൻ്റായിട്ട് ചെയ്ത് കഴിയുമ്പോൾ, ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല മക്കളെ അതിൽ നിന്ന് നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ അതിനായിട്ട് നമ്മളൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ഇടണം. അപ്പോൾ ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കാറുള്ളൊരു കാര്യമാണ്, കുറേ കാര്യങ്ങൾ ഞാനൊരു ഫ്രെയിം വർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും എനിക്കറിയത്തില്ല. എൻ്റെ മക്കളോട് ചോദിച്ചാൽ ചിലപ്പം ഇത് പല കുറ്റങ്ങളും അവർക്ക് കാണാൻ പറ്റുമായിരിക്കും. എങ്കിലും അവർ ബേസിക് ആയിട്ടുള്ള ദൈവത്തെ അവർക്ക് പകർന്നു കൊടുത്തോ? അത് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ അത് എനിക്ക് എപ്പോഴും എന്നും ചെയ്തില്ലെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് ദൈവത്തെ അവർക്ക് പകർന്നു കൊടുക്കണം. അവർ ദൈവവിശ്വാസികളായി വളരണം. കാരണം ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ ഏത് ജീവിത പ്രതിസന്ധികളിലും നമുക്ക് തരണം ചെയ്യാനും പിടിച്ചു നിൽക്കാനും സാധിക്കും അല്ലേ? ഒരു ഡെസ്പറേറ്റ് ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകത്തില്ല. പോയാൽ പോലും എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമോ, എന്തെങ്കിലും ഡെസ്പറേഷനിലേക്ക് പോയാൽ പോലും അവർ പെട്ടെന്ന് തന്നെ തിരിച്ച് ആ ട്രാക്കിലേക്ക് കയറും. കാരണം അവർക്ക് ഉത്തമമായ ഒരു ദൈവവിശ്വാസമുണ്ട്. അപ്പോൾ അതൊരു കാര്യം. പിന്നെ ഓരോരുത്തരും ചിന്തിച്ച് നോക്കാം നമുക്ക് എങ്ങനെയൊക്കെ അവരെ നല്ല രീതിയിൽ ചെയ്യാം. കാരണം ഈ ഗെയിം അഡിക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മൾ ഒത്തിരി ആലോചിച്ച് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് തന്നെ ചെയ്യണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പം നമുക്ക് ആർക്കും സമയമില്ലല്ലോ, എനിക്കും സമയമില്ല. ചില കാര്യങ്ങൾ ഞാൻ ചെയ്തിരിക്കുന്നത് ഞാൻ പറയാം. ഞാൻ വീടെടുത്തപ്പോഴത്തേക്ക് നമുക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഡ്യൂപ്ലെക്സ് ഹൗസ് എടുക്കുക, അല്ലെങ്കിൽ ഒരു നിലയിൽ ഫ്ലാറ്റിൽ ഉള്ള ഒരു നിലയുള്ള വീടെടുക്കാം. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്കൊരു നിലയുള്ള വീട് മതി, ഒരു നിലയിൽ തന്നെ എല്ലാ ബെഡ്റൂമും വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നിലയിലായിരിക്കുമ്പോൾ അവർക്ക് ഐസൊലേറ്റ് ആയിട്ടിരിക്കാൻ പറ്റത്തില്ല അല്ലേ? എപ്പോഴും അമ്മയുണ്ട്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ അവരെല്ലാം നമ്മുടെ ഒരു കണ്ണ് മക്കളുടെ മേളിൽ എപ്പോഴും ഉണ്ട്. അവരെന്ത് ചെയ്യുമ്പോഴും അവരൊറ്റയ്ക്കല്ല ഒരിക്കലും, അവരുടെ മേളിൽ നമ്മുടെ ഒരു കണ്ണുണ്ട്. അതെപ്പോഴും ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ വീട്ടിലൊക്കെ ഒത്തിരി മക്കളില്ലായിരുന്നു. പണ്ടത്തെ കാലത്തെ കമ്പയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ സമയത്ത് കുടുംബങ്ങളിലെല്ലാം ഒരു കൊച്ച് അല്ലെങ്കിൽ 2 പിള്ളേർ, അങ്ങനെ ചെറിയ കുടുംബമായിട്ട് മാറി അല്ലേ? അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരച്ഛൻ പ്രസംഗിക്കുമായിരുന്നു, ഒരു 10 മക്കളുണ്ട്, എല്ലാവരും ഒരു മുറിയിൽ അല്ലെ 2 മുറിയിലായിട്ട് കിടക്കുന്നു അല്ലേ? അപ്പം ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളില്ല. അപ്പോൾ അവർക്കൊന്നും ഐഡിലായിട്ടിരിക്കുന്നില്ല, അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഒളിച്ചിരുന്ന ഒരു കാര്യം കാണാനായിട്ടോ അല്ലെ ഇപ്പോഴത്തെ സമയത്താണെങ്കിൽ പിള്ളേരുടെ കയ്യിൽ മൊബൈലും ടാബും എല്ലാം ഉണ്ടല്ലേ? അപ്പോൾ അവരെന്താ ചെയ്യുന്നത്, എന്ത് ഗെയിമാണ് പഠിക്കുന്നത്, എന്ത് ഗെയിമാണ് കളിക്കുന്നത്, എന്താ കാണുന്നത് എന്നൊന്നും നമുക്ക് കാണാനോ കൺട്രോൾ ചെയ്യാനോ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴല്ലേ? പണ്ടൊന്നും അങ്ങനെയല്ലായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു, ഇതുപോലെ ഗെയിമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അല്ലേ പോലും അന്നത്തെ കാലത്ത് ഒറ്റയ്ക്കിരിക്കുന്ന സമയമില്ല, കുടുംബത്തിൽ ഒത്തിരി ആൾക്കാരുണ്ടല്ലേ? അപ്പം പറ്റുവാണെങ്കിൽ നമ്മൾ വലിയൊരു കുടുംബമായി ജീവിക്കുവാണെങ്കിൽ അതൊരു വലിയൊരു ബ്ലെസ്സിങ് ആണ്, അത് വലിയൊരു സന്തോഷമാണ്. പിന്നെ നമ്മുടെ മക്കൾക്ക് അതൊരു പ്രൊട്ടക്ഷനുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും, എൻ്റെ മൂത്ത മോള് ഇപ്പോൾ അവൾ ഹോസ്റ്റലിലാണ് പഠിക്കാൻ പോയിരിക്കുന്നത്. പക്ഷേ അവളിവിടെ ഉണ്ടപ്പം അവൾ ഫുൾ ടൈം അവളുടെ ബ്രദേഴ്സിൻ്റെ കാര്യത്തിൽ അവൾ ഭയങ്കര വാച്ച്ഫുള്ളാണ്. ഇവരെത്ര സമയം ടാബ് കാണുന്നുണ്ട്, അവർക്ക് സമയം വെച്ചിട്ടുണ്ട്, എത്ര ടൈം അവർ ഗെയിം കളിക്കുന്നുണ്ട്, എത്ര സമയം അവർ പഠിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു ഞാൻ അവളെ മോറൽ പോലീസ് എന്നാണ് വിളിക്കുന്നത്. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവളാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടൊന്നുമല്ല, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാനോ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവൾ തന്നെ അതങ്ങ് ചെയ്യുവാണ്. അതായത് ബ്രദേഴ്സിനോടുള്ള ഒരു സ്നേഹം കാരണം, അയ്യോ അവർ കൂടുതൽ സമയം ഇത് ഗെയിം കളിച്ചാൽ അവർക്കത് നല്ലതല്ല, അവർ ഇന്ന പ്രോഗ്രാം കണ്ടാൽ അവർക്ക് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് അവൾ ആ ഒരു മോറൽ പോലീസിൻ്റെ റോള് ചെയ്യുവാണ്. അപ്പം
ഇവരെല്ലാം ഒരു മുറിയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ചു, കിടന്നു, അങ്ങനെ ഒറ്റയ്ക്കൊരു സമയമില്ല, മനസ്സിലായോ? അപ്പം അതൊക്കെ ഒരു വലിയ പ്രൊട്ടക്ഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ അതൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ടായിരിക്കണം. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നി. ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്, അപ്പോൾ എനിക്കതൊരു ചിട്ടയായിട്ട് പറയാൻ പറ്റുന്നില്ല. അപ്പം ഇതൊരു പ്രൊട്ടക്ഷനാണ്. ഇപ്പോൾ കൂടുതൽ മക്കളുള്ള, ഞാൻ അങ്ങനെ ഒന്നും ഒത്തിരി മക്കളുണ്ടാകും എന്നൊന്നും പ്ലാൻ ചെയ്തുണ്ടായതല്ല, ദൈവം തന്നെ അതിലേക്ക് നയിച്ചതാണ്. പക്ഷെ കൂടുതൽ മക്കളുണ്ടായപ്പോഴാണ് അതിലെ സന്തോഷവും അതിലെ നന്മകളും ഒക്കെ തിരിച്ചറിഞ്ഞത് കേട്ടോ. അപ്പോൾ അതൊരു വലിയൊരു ബ്ലെസ്സിങ് ആണ്, കൂടുതൽ ആളുകളുള്ളത്, കൂടുതൽ മക്കളുള്ളത്. അപ്പം നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമുക്കത് പറ്റത്തില്ല, നമ്മുടെ ജോലിക്കത് പറ്റത്തില്ല, നമ്മുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ അത് പറ്റത്തില്ല. അതൊക്കെ നമ്മളുടേതായ ചിന്തകളാണ് കേട്ടോ. ദൈവം നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്ത് കഴിയുമ്പോൾ ഒരു 3 സ്റ്റെപ്പ് എടുത്ത് നമ്മളെ അനുഗ്രഹിക്കും. അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അതിനോട് റിലേറ്റ് ചെയ്ത് പറയാനുണ്ട്, പക്ഷേ ഇപ്പം അതിന് ഒത്തിരി സമയമായിപ്പോവും. പക്ഷേ ദൈവമാണ് ഫൈനാൻസ് തരുന്നത്, മക്കളെ നോക്കാനുള്ള എല്ലാ ഇതും ഒരുക്കി തരുന്നത്, നമുക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നത് ഒക്കെ ദൈവത്തിന് സാധ്യമാണ് കേട്ടോ. നമ്മളൊരു വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റെപ്പ് എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഒരു വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പിലാണ് പല കാര്യങ്ങളും ചെയ്തത്. പക്ഷേ അതിലെല്ലാം ദൈവം എൻ്റെ കൂടെ നിന്നു. ഒരു കാര്യത്തിലും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ രീതിയിൽ ദൈവം എൻ്റെ കൂടെ നിന്നു. അപ്പോൾ അത് നമ്മൾ വിശ്വാസത്തിൻ്റെ ഒരു സ്റ്റെപ്പ് എടുക്കുക, ദൈവം നമ്മുടെ കൂടെ നിൽക്കും. നമ്മൾ അതിലൊക്കെ ഒത്തിരി ബുദ്ധിയിടാൻ പോയി കഴിയുമ്പോഴാണ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊരു കാര്യം. അപ്പോൾ മക്കളെയൊക്കെ ഇങ്ങനെ നമ്മൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം. ഇങ്ങനെ കൂടുതൽ അംഗങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരു രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷനാണ് അവർക്ക്. രണ്ടാമത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കുടുംബം എന്ന് പറയുന്ന ഒരു സ്വർഗ്ഗമായിരിക്കണം അല്ലേ. അവിടെ ഒത്തിരി കോൺഫ്ലിക്റ്റുകൾ പാടില്ല. അതായത് പിള്ളേർക്കൊരു സന്തോഷമായിട്ടൊരു സെക്യൂറായിട്ടൊരു ഫീലിംഗ് വേണം. അപ്പനും അമ്മയും തമ്മിൽ അധികം ടെൻഷനുകൾ പാടില്ല, വഴക്കുകൾ പാടില്ല, അല്ലെ കുടുംബത്തിൽ ഓവറോൾ ഒരു കലഹത്തിൻ്റെ എൻവയോൺമെൻറ്റ് പാടില്ല കേട്ടോ. അപ്പം അത് പിള്ളേർക്ക് ഒത്തിരി വളരുമ്പോൾ അവർക്ക് ഒത്തിരി ഇമോഷണൽ സ്കാർ ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ ഒത്തിരി സൂക്ഷിക്കുക. നമ്മുടെ കുടുംബത്തിലെ ഒരു ഹാർമണി ഉണ്ടല്ലോ, നമ്മൾ ഭാര്യയും ഭർത്താവും തമ്മിലൊരു ഹാർമണിയുണ്ട്, ഇൻലോസുമായിട്ട് താമസിക്കുകയാണെങ്കിൽ അവർ തമ്മിലൊരു ഹാർമണിയുണ്ട്, മക്കളുമായിട്ട് ഒരു ഹാർമണിയുണ്ട്. ആ ക്രമങ്ങൾ, ആ ഹാർമണിയൊക്കെ ഇത്തിരി പെയിൻ എടുത്താണെങ്കിലും അതൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ട്രൈ ചെയ്യുക. കാരണം അല്ലെങ്കിൽ പിള്ളേർക്ക് അതൊക്കെ ഒരു വിഷമമാണ്. അല്ലെ, നമ്മൾ വഴക്കുണ്ടാക്കുമ്പോൾ അവർ എക്സ്പ്രസ് ചെയ്തില്ലേ പോലും അവരുടെ ഹൃദയത്തിലൊരു വിഷമോ അല്ലെങ്കിൽ ഒരു ടെൻഷനോ വരാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ മക്കളെ വളർത്തുകയാണെങ്കിൽ 90% ടൈമും നമ്മൾ ആ ബൈബിളിൽ വായിച്ച പോലെ അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും. നമ്മൾ പഠിപ്പിച്ച ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ മക്കൾ നിലകൊള്ളും. അവരെ ശുഷ്കാന്തിയോടെ ജാഗരൂകതയോടുകൂടി അവ പഠിപ്പിക്കുകയാണെങ്കിൽ അതൊരു സ്റ്റെപ്പ് നമുക്ക് ചെയ്യാം. അപ്പോൾ അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും വളർത്താൻ പറ്റിയില്ല എന്നൊരു വിഷമം തോന്നുവാണെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവത്തിന് അതിന് ഉള്ള എല്ലാ മറുമരുന്നും ചെയ്യാനായിട്ട് കഴിവുള്ളവനാണ് എൻ്റെ ദൈവം അല്ലേ. അവിടുന്ന് അത് ചെയ്ത് തരികയും ചെയ്യും. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ മക്കളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്തയാണ്. ഒരച്ഛൻ പറയുന്നത് ഞാൻ കേട്ടാണ്. ഒരു പേരൻസ് വന്നിട്ട് വളരെ വിഷമത്തോടുകൂടിയും സങ്കടത്തോടുകൂടിയും പറഞ്ഞ് അവരുടെ 2ാമത്തെ മകന്, അവനാണ് വീടും ഇതെല്ലാം കൊടുത്തത്, അവനെല്ലാം എഴുതി വാങ്ങിച്ചിട്ട് ഇവരെ വെളിയിലാക്കി. ഇപ്പോൾ അവർക്ക് എവിടെയും പോകാൻ സ്ഥലമില്ല, വളരെ വളരെ മോശമായിട്ട് പെരുമാറി എന്നുള്ള ഒരു വിഷമത്തിൽ വന്ന ഒരു പേരൻസ്. അപ്പം അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ അച്ഛനൊരു വിഷനിൽ കിട്ടിയെന്നാണ് പറഞ്ഞത്. 3ാമതൊരു കുട്ടി ഉണ്ടായിരുന്നു, ആ കുഞ്ഞിനെ ഇവർ അബോർഷൻ ചെയ്തതായിട്ട്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, ഇങ്ങനെ ഒരു അബോർഷൻ എന്ന് കർത്താവ് കാണിക്കുന്നല്ലോ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ശരി, 3ാമതൊരു കുട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ അവനെ വളർത്താൻ ബുദ്ധിമുട്ടാണ്, അതിനുള്ള ഇതില്ല എന്ന് ഓർത്തിട്ട് അവനെ അബോർഷൻ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, ആ 3ാമത്തെ കുട്ടിയാണ് ഈ പേരൻസിനെ നോക്കാനായിട്ട് ദൈവം അയച്ചത്. അപ്പോൾ ആ കുട്ടിയെ നശിപ്പിക്കുക വഴി, അവനെ കൊല്ലുക വഴി അവരെ നോക്കാനുള്ള ആ കുഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഇവരെ നോക്കാനായിട്ട് ആരുമില്ല. അപ്പോൾ ആ ഒരു പ്രവൃത്തിയെക്കുറിച്ച്, ആ കുഞ്ഞിനെ കൊന്ന ആ പ്രവൃത്തിയെക്കുറിച്ച്, അബോർഷനെക്കുറിച്ച് അനുതപിക്കുക, കുമ്പസാരിക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. അപ്പം ഇപ്പോഴത്തെ അവസ്ഥയിലൊരു മാറ്റം വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വല്ലാതെ ടച്ച് ചെയ്തു. അപ്പം ഞാൻ വേറെ എനിക്കറിയാവുന്നൊരു ഫാമിലിയുടെ കാര്യം പെട്ടെന്ന് ഞാൻ ആലോചിച്ചു പോയി. അവരെന്ന് പറഞ്ഞാൽ ഒട്ടും പൈസ ഇല്ലാത്ത സാധാരണക്കാരാണ്.
അപ്പോൾ അവർക്കാണെങ്കിൽ 3 പെൺപിള്ളേരുണ്ട്, മൂത്തവർ. പിന്നെ അതിന് 1-2 ആങ്ങളമാരുണ്ട്. എന്നിട്ട് ഏറ്റവും ഇളയ ഒരു പയ്യനുണ്ട്. അപ്പോൾ ഏറ്റവും ഇളയ പയ്യൻ എന്ന് പറഞ്ഞാൽ ഇവരെക്കാട്ടിലൊക്കെ കുറേ ഏജ് കഴിഞ്ഞിട്ടുണ്ടായ കുട്ടിയാണ്. അപ്പം ഈ ഇങ്ങനെ 6-7 പേരുള്ളിടത്ത് ഈ പെൺമക്കളെയും 3 മക്കളെയും കെട്ടിച്ചു വിടാനായിട്ട് അപ്പനും അമ്മയ്ക്കും യാതൊരു നിർവാഹവും ഇല്ല. അപ്പോൾ ഇവരൊക്കെ 10-30 വയസ്സൊക്കെ ആയപ്പോഴും ഇങ്ങനെ കല്യാണം കഴിക്കാനായിട്ടോ അല്ലെങ്കിൽ അതിനൊന്നും പറ്റാതെ ഇവർ ഭയങ്കര ഒരു നിരാശയുടെ അനുഭവത്തിൽ കഴിയുവാണ്. അപ്പം 20-21 വയസ്സുള്ള ഈ ഇളയ കുട്ടിക്ക് പെട്ടെന്നൊരു നല്ല ജോലി കിട്ടുന്നു. നല്ല അന്നത്തെ കാലത്തൊരു നല്ല ശമ്പളത്തിൽ ഒരു ലക്ക് പോലെ എന്ന് പറയാം. ആ ഒരു നല്ല ജോലി കിട്ടി, വെളിയിൽ കിട്ടിയിട്ട് ആ കുട്ടി അവിടെ പോയി ആ ശമ്പളം കൊണ്ട് 3 മാസത്തെ ശമ്പളം മതി ഒരാളെ കെട്ടിച്ചു വിടാൻ. ഇത്രയും നല്ലൊരു ശമ്പളത്തിലൊരു ജോലി ദൈവം കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നു 1-1.5-2 വർഷത്തിനകം 3 സഹോദരിമാരെയും കെട്ടിച്ചു വിട്ട് വീട് പണിത് എല്ലാം നല്ല സെറ്റപ്പാക്കി. അപ്പം ഈ കുഞ്ഞ് ഇത്രയും വർഷം കഴിഞ്ഞുണ്ടായി ഈ അവസാനത്തെ കുഞ്ഞ് ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഈ എൻറ്റയർ ഫാമിലിയിൽ അവർ നിരാശയിലേക്ക് പോകുമായിരുന്നു. ഈ 3 മക്കളെയും കെട്ടിച്ച് വിടാനുള്ള ഒരു സാമ്പത്തികം ഇല്ല. അവരെല്ലാം നിരാശയുടെ ഓൾമോസ്റ്റ് ഒരു സൂയിസൈഡിൻ്റെ വക്കിൽ പോലെ ഇരുന്നവരാണ്. അപ്പം അത്രയധികം തകർന്ന ഒരു കുടുംബത്തെ കരകയറ്റാനായിട്ട് ദൈവം അയച്ചത് ഏറ്റവും ഇളയ മകനെയാണ്. അപ്പം എല്ലാവരും പറഞ്ഞു ആ ഇളയ കുട്ടിയാണ് വന്നിട്ട് ഇവരെല്ലാം കരകയറ്റി രക്ഷപ്പെടുത്തിയത്. അപ്പം ദൈവം ചെയ്ത ആ പ്രവൃത്തി ഇപ്പം ഇതുമായിട്ട് ഞാൻ കറക്റ്റായിട്ട് അത് മാപ്പ് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു എത്ര കറക്റ്റാണല്ലേ. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ കുട്ടികളെ സ്വീകരിക്കാതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഓരോ ചെറിയ നിസാരമായ കാര്യങ്ങളുടെ പേരിൽ കുഞ്ഞുങ്ങളെ നശിപ്പിച്ച് കളയുന്നവരെ, അബോർഷൻ ചെയ്യുന്നവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരുടെയൊക്കെ ജീവിതം എക്സാമിൻ ചെയ്യുമ്പോൾ ഓരോരോ തിരിച്ചടികൾ ഉണ്ടാകുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. എഗെയിൻ ആരും അതിനെപ്പറ്റി ഒത്തിരി ഒരു വിഷമിക്കാനോ നിരാശയിലോട്ട് പോകാനോ അല്ല. നമ്മളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ നമ്മുടെ കുടുംബത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അനുതപിക്കുക, ആത്മാർത്ഥമായിട്ട് അനുതപിക്കുക, കർത്താവിനോട് പ്രാർത്ഥിക്കുക, ക്ഷമ ചോദിക്കുക, കുമ്പസാരിക്കുക കേട്ടോ. കർത്താവ് ഭയങ്കര കാരുണ്യവാനായ പിതാവാണ്. അവൻ അപ്പോൾ തന്നെ അത് ക്ഷമിക്കും. അവൻ നമ്മുടെ പാപങ്ങൾ ഓർത്ത് വെച്ചുകൊണ്ടിരിക്കുന്നില്ല. അപ്പം നിരാശയെ പോകാനോ അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മൾ കറക്റ്റായ കാര്യങ്ങൾ ചെയ്യണം. ദൈവത്തിനൊരു പ്ലാനുണ്ട്. അവൻ തന്നിരിക്കുന്ന കൽപ്പനകളുണ്ട് അല്ലേ. അവൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങൾ ഇങ്ങനെ കുത്തി ഒഴുകുന്ന പോലെ വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ തിരിച്ചും. അപ്പോൾ അവൻ പറയുന്ന കൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മളെപ്പോഴും തയ്യാറാകണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ച് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിയാൽ ഒരു 99% അല്ലെ 95% എങ്കിലും അവർ നല്ലതായിരിക്കും. അത് നമുക്ക് ഉറപ്പ് പറയാം. അപ്പോൾ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക, അവൻ്റെ സന്നിധിയിൽ അവരെ സമർപ്പിക്കുക കേട്ടോ. ഇപ്പം എത്ര നന്നായിട്ട് വളർത്തിയാലും പിള്ളേർക്ക് ചില കാര്യങ്ങളിൽ ആ പേരൻസിനോട് ഇഷ്ടക്കേട് വരാം അല്ലേ. ഡിസിപ്ലിൻ ചെയ്യുമ്പോൾ ഇഷ്ടക്കേട് വരാം. പക്ഷെ നമ്മൾ എപ്പോഴും ആ സ്നേഹം കൊടുക്കുക. നമ്മളവരെ സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ വീട് ഒരു സെക്യൂർ സ്ഥലമാണ്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും തിരിച്ചു വരാം. ഇവിടെ ഒരപ്പനുണ്ട്, ഇവിടെ ഒരമ്മയുണ്ട്, നിനക്കൊരു കുടുംബമുണ്ട്. നീ അച്ചീവ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെക്കാട്ടിലും ഉപരിയായിട്ട് നിന്നെയാണ് ഞങ്ങൾ സ്നേഹിക്കുന്നത് അല്ലേ. നീ പഠിച്ച് മാർക്ക് കാട്ടിയ സന്തോഷം. പക്ഷെ അതിനല്ല ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നത്. നിന്നെ സ്നേഹിക്കുന്നത് നീ ഞങ്ങളുടെ മകളായതുകൊണ്ടാണ്, ഞങ്ങളുടെ രക്തത്തിൽ പിറന്ന മകളായതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഒരു ബോധ്യം കൊടുത്ത് അവർക്കൊരു സെക്യൂർ ഫീലിംഗ് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒത്തിരി ആത്മഹത്യകളും ഒത്തിരിയേറെ തിന്മകളും വർദ്ധിക്കുന്ന കണ്ടിട്ട് എനിക്ക് ഒത്തിരി സങ്കടം വരാറുണ്ട്. പലതും കേൾക്കുമ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷമം തോന്നാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പം മക്കളെ ഒത്തിരി സ്നേഹിക്കുക, അവർക്ക് ദൈവത്തെ കൊടുക്കുക. ശിക്ഷണം ചെയ്യേണ്ടപ്പോൾ ശിക്ഷണം ചെയ്യുക. പക്ഷേ അവരെ അമർത്തുകയല്ല, സ്നേഹം കൊണ്ടാണെന്ന് മനസ്സിലായോ. നിൻ്റെ നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കുക. അവരെ അത് മനസ്സിലാക്കിയിട്ട് നമ്മളവർക്ക് ആ ഡിസിപ്ലിൻ ചെയ്ത് വളർത്തുക. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മക്കളോട് പറയാനുള്ളത് എല്ലാ മക്കൾക്കും പേരൻസിനോട് പല സമയങ്ങളിലായിട്ട് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ തോന്നാം. അവർ വഴക്ക് പറയുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് മറ്റേ മകനെയാണ് കൂടുതൽ സ്നേഹം എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുന്ന കുട്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരോടൊക്കെ ഞാൻ പറയുന്ന എല്ലാ പേരൻസിനും മക്കളെ എല്ലാവരോടും സ്നേഹമാണ്. പിന്നെ ഇളയ കുട്ടിയോട് നാച്ചുറലായിട്ട് നമ്മൾ ഇച്ചിരി കൂടുതൽ ഒന്ന് പാമ്പർ ചെയ്യും അല്ലേ. എന്നെ സംബന്ധിച്ചാണെങ്കിലും ഇളയാളെ കുറച്ചും കൂടെ നമ്മളൊന്ന് കൊഞ്ചിക്കും. കാരണം അവന് ഇളയതല്ലേ, അതൊരു നാച്ചുറലാണ്. എന്ന് പറഞ്ഞാൽ അവനോട് സ്നേഹം കൂടുതലായിട്ടാണോ? അല്ല, സ്നേഹം എല്ലാവരോടും തുല്യം തന്നെയാണ്. എല്ലാം നമ്മുടെ മക്കൾ തന്നെയാണ്.
പക്ഷേ നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഇച്ചിരി ചിലപ്പോൾ അത് കൂടുതലായിരിക്കും, അത് കുഞ്ഞാന്നൊരു പരിഗണന ചിലപ്പോൾ തോന്നാം. അപ്പം അങ്ങനെ അതിൽ മൂത്ത കുട്ടികളൊന്നും അതിൽ വിഷമിക്കുകയൊന്നും ചെയ്യണ്ട. ഒത്തിരി മൂത്ത കുട്ടികൾ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു പേരൻസിന് അവരോടാണ് സ്നേഹം ഇവരോടാണ് സ്നേഹം എന്നൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യുന്ന പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയുവാണ്, അപ്പനും അമ്മയ്ക്കും എപ്പോഴും സ്നേഹമാണ് മക്കളെ. അപ്പോൾ സ്നേഹത്തിൽ നിന്നാണ് അവർ വഴക്ക് പറയുന്നത്. അപ്പോൾ അതിലൊരു ചെറിയ വിഷമം തോന്നിയാലും നമ്മൾ മനസ്സിലാക്കുക. അപ്പൻ്റെ അമ്മയുടെ അത്രയും നമ്മളെ സ്നേഹിക്കുന്ന മറ്റാരും കാണത്തില്ല. അപ്പോൾ ആ സ്നേഹത്തിൽ നിന്നാണ് അവർ നമ്മളെ ഡിസിപ്ലിൻ ചെയ്യുന്നത്. പിന്നെ എന്തും തുറന്നു പറയുക പേരൻസിനോട്. അതുപോലെ തന്നെ പേരൻസും മക്കൾക്കെല്ലാം തുറന്നു പറയാനുള്ള ഒരു ഫ്രീഡം കൊടുക്കുക കേട്ടോ. അവരുടെ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും അവർ പറയട്ടെ, അവരുടെ ഫീലിങ്സ്. ഞങ്ങളുടെ മോളാണെ എല്ലാ കാര്യങ്ങളും പറയും. എനിക്കാണെങ്കിൽ ചിലപ്പോൾ ഞാൻ അവർക്ക് എന്തോ ഇവളെല്ലാം ഇങ്ങനെ ഒരു കൊച്ചുകുട്ടി പറയുന്ന പോലെ പറയുന്നതെന്ന് വരെ ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ അവളുടെ അപ്പായുടെ അടുത്താണ് കൂടുതൽ പറയുന്നത്. അപ്പോൾ അതെപ്പോഴും എൻകറേജ് ചെയ്യും. കാരണം അങ്ങനെ അവർ പറയണം. അവർ എല്ലാ കാര്യങ്ങളും പറയാനൊരു ഫ്രീഡം പേരൻസും കൊടുക്കണം, അത് പറയാനൊരു ഫ്രീഡം മക്കളും എടുക്കണം. അപ്പോൾ അവരോടെല്ലാം ഷെയർ ചെയ്യുക. അപ്പോൾ ശരിയായ ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ അവർ നമുക്ക് പറഞ്ഞു തരും. പിന്നെ നമ്മൾ വളർന്നു കഴിയുമ്പോൾ ഒരിക്കലും നമ്മുടെ പേരൻസിനെ വിഷമിപ്പിക്കരുത്. മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളൊരു കൽപ്പന തന്നെയാണ് അല്ലേ. അത് ഒരു ഉടമ്പടിയോടുകൂടി കൽപ്പന. നീ ഭൂമിയിൽ ദീർഘായുസ്സായിട്ടിരിക്കാൻ നിൻ്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്നാണ്. അപ്പം അതൊരു തിരിച്ചൊരു അനുഗ്രഹം കൂടെ ഉള്ള ഒരു കൽപ്പനയാണ്. അപ്പോൾ അവരെ ബഹുമാനിക്കുക, അവരെ സ്നേഹിക്കുക, അവരുടെ കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ കുറ്റങ്ങൾ എല്ലാം ക്ഷമിക്കുക. അപ്പോൾ തോബിത്ത് പറഞ്ഞ ഒരു ഉപദേശമുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തോബിത്തിൻ്റെ പുസ്തകത്തിൽ ഞാനൊന്ന് വായിക്കാം. തോബിയാസിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം തന്നെ നല്ലതാണ്. അപ്പോൾ തോബിത്ത് മകനെ വിളിച്ച് പറയുവാണ്. അവൻ മകനെ വിളിച്ച് പറഞ്ഞു, മകനെ, ഞാൻ മരിക്കുമ്പോൾ എന്നെ സംസ്കരിക്കുക. നിൻ്റെ അമ്മയുടെ കാര്യം ഒരിക്കലും മറക്കരുത്. ജീവിതകാലം മുഴുവൻ അവളെ ആദരിക്കണം. അമ്മയുടെ ഹിതം നോക്കണം. ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത്. മകനെ, നിന്നെ ഉദരത്തിൽ വഹിക്കുന്ന കാലത്ത് അവൾ നിനക്ക് വേണ്ടി വളരെ അപകടങ്ങളെ നേരിട്ടിട്ടുണ്ടെന്ന് ഓർക്കണം. മരിക്കുമ്പോൾ അവളെ എനിക്ക് സമീപം അതേ കുടീരത്തിൽ സംസ്കരിക്കണം. അപ്പം എന്നാ പറഞ്ഞ്, ജീവിതകാലം മുഴുവൻ അവളെ ആദരിക്കണം, അമ്മയുടെ ഹിതം നോക്കണം, ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത്. നിന്നെ ഉദരത്തിൽ വഹിക്കുന്ന കാലത്ത് അവൾ നിനക്ക് വേണ്ടി വളരെ അപകടങ്ങളെ നേരിട്ടിട്ടുണ്ടെന്ന് ഓർക്കണം അല്ലേ. ചുമന്ന് 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ചതാണ് അമ്മ അല്ലേ. ജീവൻ തന്നെ അപകടത്തിലാകാമോ എന്ന് സാഹചര്യങ്ങളുണ്ടായിരുന്നു അല്ലേ. അപ്പം പക്ഷെ അമ്മ അതെല്ലാം മകനോടോ മകളോടോ ഉള്ള സ്നേഹത്തെ പ്രതിയാണ് സഹിച്ചത്. ഒരിക്കലും നമ്മൾ അമ്മ എന്ത് പറഞ്ഞാലും അമ്മയെ നമ്മൾ വേദനിപ്പിക്കരുത്, എപ്പോഴും ആ ഹിതം നോക്കണം. അത് നമുക്ക് വലിയ ബ്ലെസ്സിങ്, നമ്മുടെ കുടുംബത്തിനൊരു വലിയ ഫൗണ്ടേഷനാണ് അവരുടെ അനുഗ്രഹം എന്ന് പറയുന്നത്. 2 പേരൻസിൻ്റെയും കേട്ടോ, അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം ഒരു വലിയ ഒരു അടിത്തറയാണ്. അതിന് മേളിൽ കെട്ടിപ്പണിത ഒരു കുടുംബം ഒരിക്കലും കുലുങ്ങിപ്പോകത്തില്ല കേട്ടോ. ഇപ്പം എന്തെങ്കിലും കുറവുകൾ കുറ്റങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ഷമ ചോദിക്കാൻ പറ്റുകയല്ലെങ്കിൽ ദൈവത്തോട് ക്ഷമ ചോദിക്കുക, അവരോട് ക്ഷമ ചോദിക്കുക, നമ്മുടെ മനസ്സിൽ ചോദിക്കുക കേട്ടോ. എന്തെങ്കിലും അല്ലാതെ അതിനെക്കുറിച്ച് വിഷമിക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കുക, ഓരോ അനുഗ്രഹങ്ങളും ഓരോ ബ്ലെസ്സിങ്ങും നമുക്ക് വരുന്ന ഓരോ വഴികൾ കേട്ടോ. ഇതൊക്കെ ഓരോ മാർഗ്ഗങ്ങളാണ്, ദൈവം നമ്മളെ ബ്ലെസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ്. പേരൻസിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഒത്തിരി സ്ഥലത്തുണ്ട്. പിതാവിൻ്റെ അനുഗ്രഹം അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യാക്കോബ് തൻ്റെ മക്കളെ അനുഗ്രഹിച്ച അനുഗ്രഹം, അതിൻ്റെയൊക്കെ വില മനസ്സിലാക്കുക. അപ്പോൾ മക്കളെപ്പോഴും ആ പേരൻസിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാനായിട്ട് എപ്പോഴും റെഡി ആയിട്ടിരിക്കുക കേട്ടോ. അതിനെ തടസ്സപ്പെടുത്തരുത്, അതിനെ ബ്ലോക്ക് ചെയ്യരുത്. എപ്പോഴും ആ ഒരു സ്നേഹവും അനുഗ്രഹവും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളും നമ്മുടെ മക്കളും ഒക്കെ അനുഗ്രഹം പ്രാപിക്കത്തുള്ളൂ കേട്ടോ. ഒരു താൽക്കാലിക ലാഭത്തിന് വേണ്ടി നമ്മൾ അവരെ വേദനിപ്പിക്കരുത്, അല്ലെങ്കിൽ ഒരു ചെറിയ വസ്തുവിൻ്റെ പേരിലോ പണത്തിൻ്റെ പേരിലോ ഒന്നും ഒരിക്കലും അവരെ വിഷമിപ്പിക്കരുത്. അതൊക്കെ നമുക്ക് ദൈവം കൂട്ടിച്ചേർത്ത് തരും, അവരുടെ അനുഗ്രഹം നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ഒരു ബന്ധം വളരെ ഊഷ്മളമാക്കാം. അവർ എപ്പോഴും നമ്മുടെ വീടൊരു സ്വർഗ്ഗമായിത്തീരും അല്ലേ. ആ ഹാർമണി ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഹാർമണി ഉണ്ടെങ്കിൽ, കുട്ടികളുടെ കളികളും ചിരികളും ഒക്കെ ഉള്ളപ്പം നമുക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ കുടുംബത്തിൽ വന്ന് കയറുമ്പം ആ സ്ട്രെസ് അങ്ങ് അലിഞ്ഞു പോകും അല്ലേ. അതുപോലെ നമ്മുടെ കുടുംബത്തെ നമുക്ക് സൂക്ഷിക്കാം. ഇത്ര മനോഹരമായിട്ട് ദൈവത്തിന് അതിന് നമ്മൾ സെൻറ്റർ സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. അതിൻ്റെ ചുറ്റും നമ്മുടെ കുടുംബത്തെ വളർത്തിയെടുക്കുക. ദൈവമായിരിക്കണം നടുക്ക്, ദൈവമായിരിക്കണം ഒന്നാം പ്രയോറിറ്റി. അതിന് ചുറ്റും നമുക്ക് നമ്മുടെ മക്കളെയും കുടുംബത്തെയും വളർത്തിയെടുക്കാം. അപ്പോഴാണ് നമ്മൾ പരിപൂർണമായ അനുഗ്രഹം പ്രാപിക്കുന്നത്.
ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ.